Yes, so guys, good morning. So welcome to yet another live session from IILT. So നമ്മൾ വീണ്ടും ഒരു ലൈവ് സെഷനുമായിട്ട് നിങ്ങളുടെ അടുത്തിട്ട് വന്നിരിക്കുന്നു. സോ ഐ ആം ഹരി, വൺ ഓഫ് ദി സർട്ടിഫൈഡ് OET ട്രെയിനേഴ്സ് ഫ്രം IILT. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 1.5 months ആയിട്ട് വി ആർ ഹാവിങ് എ സീരീസ് ഓഫ് ലൈവ് സെഷൻസ് അല്ലെ. അപ്പോൾ അതിൽ നമ്മൾ OETയുടെ ബേസിക്സ് മുതൽ OETയുടെ എല്ലാ കാര്യങ്ങളും 4 സബ് ടെക്സ്റ്റിൽ റീഡിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗിന്റെ ഒരു കോംപ്രിഹെൻസീവ് സെഷനാണ് നമ്മൾ കഴിഞ്ഞ ഒരു 1.5 months ആയിട്ട് നമ്മൾ ലൈവ് സെഷനിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് റീഡിങ്ങിന്റെ ഒരു സെഷനാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ റീഡിങ്ങിൽ നമ്മൾ പാർട്ട് എ എന്താണെന്നും അല്ലെങ്കിൽ എക്സാം ഫോർമാറ്റ് എന്താണെന്നുള്ള ഒരു സെഷനും what is part A, what is part B, what is part C എന്നുള്ളതും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ലൈവ് സെഷൻ വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ്. അപ്പോൾ ടുഡേ അധികം നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ അധികം ഒരു കിട്ടാത്തൊരു പോർഷൻ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ലൈവിൽ ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റിഗാർഡിംഗ് ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് ഇൻ റീഡിംഗ് പാർട്ട് സി. പാർട്ട് സിയിൽ ഒരു ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, ആ ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് എന്താണ്, ഒരു 10 ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഹൗ ദാറ്റ് വാട്ട് ആക്ച്വലി ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് മീൻ എന്നുള്ള കാര്യം, അങ്ങനെ അത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിലേക്ക് OET ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ കോൺഫിഡൻസ് ദാറ്റ് ഒരു ഒപ്പീനിയനേറ്റഡ് വേർഡ്സിന്റെ ഒരു കംപ്ലീറ്റ് സെഷൻ നിങ്ങൾക്ക് അങ്ങനെ അധികം യൂട്യൂബിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സോ ടുഡേ വി ആർ ലുക്കിംഗ് ഇൻ ടു opinionated words part for reading part C. Okay, so I hope the introduction is clear to you. Okay, so Binsi, good morning Binsi, how are you? Hope you are fine. Okay, so we'll wait for 1 or 2 minutes so that the rest of our participants or the rest of our friends join. Okay. ഓക്കെ, സോ ഞാൻ ഐ എം നോട്ട് ലാഗിങ് ടു മച്ച് ബിക്കോസ് നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ ഇച്ചിരി ഡിലേ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ലെറ്റ് ദി അതേഴ്സ് ജോയിൻ. ലെറ്റ്സ് ക്വിക്ലി മൂവ് ഓൺ ടു ദ സെഷൻ. ഓക്കെ, സോ നമ്മൾ റീഡിങ്ങിന്റെ പാർട്ട് സിയിലെ ഒപ്പീനിയേറ്റഡ് വേർഡ്സിൽ പറയുന്ന മാത്രം ഒരു സെഷൻ ആണ് തോന്നുന്നു, അല്ലാതെ ഒരു റീഡിംഗ് പാർട്ട് സിയുടെ ഒരു കോംപ്രിഹെൻസീവ് എക്സ്പ്ലനേഷൻ ഓർ ഇലാബറേഷൻ നിങ്ങൾക്കൊന്ന് ഉണ്ടാവില്ല. സോ ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്, സോ ഒപ്പീനിയേറ്റഡ് വേർഡ്സ് റീഡിംഗ് പാർട്ട് സിയുടെ ഒപ്പീനിയേറ്റഡ് വേർഡ്സിലേക്കാണ് പോവുക. സോ ബിഫോർ ഐ സോ ഫാർ സോ ഗുഡ് ബിൻസി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദെയർ ഫോർ എ ലോങ് ടൈം. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ഒപ്പീനിയേറ്റഡ് വേർഡ്സിലോട്ട് ക്വിക്ലി ജമ്പ് ചെയ്യാതെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് തന്നിട്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഒപ്പീനിയേറ്റഡ് വേർഡ്സിന്റെ ഒരു കോംപ്രഹെൻസീവ് സെഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് റീഡിംഗ് പാർട്ട് സി എന്ന് പറയുമ്പോൾ? പാർട്ട് സി എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ട് സിയിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് 8+8 16 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, ആ 16 ക്വസ്റ്റ്യൻസിന് നമുക്ക് ഒരു 4 ഓപ്ഷൻസ് ഉള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫോളോഡ് ബൈ 4 ഡിഫറെന്റ് ഓപ്ഷൻസ് ഇൻ നെയിം, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. അപ്പോൾ അതിൽ ഒരു കറക്റ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ അവർ റീഡിംഗ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പാർട്ട് സിയുടെ ഒരു 1 ലൈൻ സ്റ്റോറി. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ആ പാർട്ട് സിയിൽ ആ 4 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുക. ഓക്കെ, അതിൽ മെയിൻലി 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതിൽ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇൻ പാർട്ട് സി ഈസ് ഒപ്പീനിയനേറ്റഡ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, ഒരു പാരഗ്രാഫിൽ നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് എഴുതിയ ഓഥർ അല്ലെങ്കിൽ റൈറ്റർ, അദ്ദേഹം എന്ത് ഒപ്പീനിയൻ ആണ് ആ പാരഗ്രാഫിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ നട്ട്ഷെൽ ഓഫ് opinionated question. What is the idea expressed by the author? What is the opinion of the author in the second paragraph? Or what is the attitude of the author reflected in the 4th paragraph? ഓക്കെ, സോ ഇതാണ് നമ്മൾ ഒപ്പീനിയനേറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഷെയ്ഡ് അല്ലെ, ഒപ്പീനിയനേറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അംബ്രല എന്ന് പറയുന്നത്. ഓക്കെ, എലിസബത്ത്, ഗുഡ് മോർണിംഗ്. ഓക്കെ,
ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ വെൻ വി മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, പാർട്ട് സി എന്താണ് നമ്മളെ കൊണ്ട് അസസ് ചെയ്യിക്കുക? പാർട്ട് സിയിൽ നമുക്ക് വെൻ വി ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ, അതിൽ ഓതറിന്റെ ഒപ്പീനിയൻ എന്താണ്, ഓതറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഓതറിന്റെ ഫീലിംഗ് എന്താണ്, ഓതർ എന്തെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ വൊക്കാബുലറിയുടെ മീനിങ് എഴുതുക, ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് എഴുതുക. അതാണ് പാർട്ട് സിയുടെ ഒരു കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ പാർട്ട് സിയിൽ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോമാറ്റ്. സോ ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ഫസ്റ്റ് ലൈൻ. Part C assess your ability to read comprehensively. നമ്മൾ ഒരു thorough comprehensive reading വേണം when we come to part C in more in depth to understand the inferences, attitudes and opinion of the writer and the other people quoted in the text as well as the writer's purpose. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന എന്താണ്? The opinion of the writer and the other people quoted in the text. അപ്പോൾ ഓതർ ആ ടെക്സ്റ്റിൽ, ആ പാരഗ്രാഫിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ റെഫറൻസിൽ ആ പാരഗ്രാഫിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ, ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ദി ആൻസർ? ആൻഡ് ഫോർ ദാറ്റ് ഒപ്പീനിയൻ, ആ ഓതർ ആ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചില വേർഡ്സ് ഉപയോഗിക്കും. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് സി ബിക്കംസ് വെരി ഈസി. അതല്ല നമ്മുടെ വേ. ഓതറിന്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഹിൽ ബി യൂസിങ് സം സ്പെസിഫിക് വേർഡ്സ്, ഹിൽ ബി യൂസിങ് സം എക്സ്ക്ലൂസീവ് വേർഡ്സ്. ആ വേർഡ്സിനെയാണ് നമ്മൾ ഒപ്പീനിയേറ്റഡ് വേർഡ്സ് എന്ന് പറയാം. സോ ഒപ്പീനിയേറ്റഡ് വേർഡ്സ് മീൻസ് ദീസ് ആർ ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ ഓതർ ഓർ എ റൈറ്റർ ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ ഇൻ എ പാരഗ്രാഫ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഒപ്പീനിയേറ്റഡ് വേർഡ്സ് ഉണ്ട്. നമുക്ക് ആ വേർഡ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ദിസ് ഈസ് ദ വേർഡ് ബൈ വിച്ച് ഹി എക്സ്പ്രസസ് ഹിസ് ഒപ്പീനിയൻ എന്നുള്ളത്. So I hope the introductory part is clear to you. Okay, so let's move to the next slide. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലുള്ളത് എന്താണ് നമ്മുടെ പാർട്ട് സിയുടെ ഒരു ജനറൽ സംഭവം എന്നുള്ളതാണ്. ഓക്കെ, സോ പാർട്ട് സിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് സിയിൽ കിട്ടുന്നു. ആൻഡ് ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്, ഒപ്പീനിയേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ വിച്ച് റിഫ്ലെക്ട്സ് ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ദി ഇംപ്രഷൻ ഓഫ് ദി ഓതർ, ദെൻ കൊട്ടേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ദെൻ കൺക്ലൂഷൻസ് ഡ്രോൺ, ആ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻ ആണ് ആ ഓതർ എന്നാണ് ഡ്രോ ചെയ്യുന്നതെന്ന്, പിന്നെ വൊക്കാബുലറി റെഫറൻസ്. ഇത് നമുക്ക് ടോട്ടലി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഞാൻ ആ ഫേസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ തന്നിരിക്കുന്ന ഒപ്പീനിയനേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്നത്തെ മേജർ ഫോക്കസ്. ഓക്കെ, സോ ഇത് ആ ക്വസ്റ്റ്യൻസിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു എന്നുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ പാർട്ട് സി റീഡിംഗ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി ദെയർ, ഇറ്റ് ഇസ് റെഡ്ലി അവൈലബിൾ ഇൻ അവർ ചാനൽ ആൻഡ് ഇൻ അവർ യൂട്യൂബ് അക്കൗണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇതിൽ ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പാർട്ട് സിയിൽ നമുക്ക് വി ഹാവ് 8+8 16 ക്വസ്റ്റ്യൻസ്. 16 ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തുണ്ടാവുന്നു? 4 MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ഹിയർ കംസ് അവർ തിങ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്. അതിൽ ഞാൻ സ്ലൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 2 വേർഡ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഒപ്പീനിയനേറ്റഡ് വേർഡ്സ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഒപ്പീനിയനേറ്റഡ് വേർഡ്സ്. ഇപ്പോൾ ഈ സെഷനിൽ ഞാനൊരു 10 ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒപ്പീനിയനേറ്റഡ് വേർഡിന്റെ മീനിങ് എന്തെന്നും ഒരു സെന്റൻസ് ഞാൻ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ആ ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് ഓതർ നമ്മുടെ OET പാർട്ട് സിയിലെ റീഡിങ്ങിൽ അദ്ദേഹം യൂസ് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ഒപ്പീനിയനേറ്റഡ് വേർഡ് ഇസ് ബ്രേക്ക് ത്രൂ. സോ നിങ്ങൾക്ക് ഇത് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കാവുന്നതാണ്, ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു ഇൻ യുവർ സെഷൻസ്, ഇൻ യുവർ ഫർദർ റീഡിംഗ് മൊഡ്യൂൾ. ഓക്കെ, so the first word that I am going to introduce to you is breakthrough. Breakthrough എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വേർഡ്. എന്താണ് breakthrough എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്? breakthrough means a sudden dramatic and important discovery of or development. അപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കവറി, ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു പർട്ടിക്കുലർ സംഗതിയെ സൂചിപ്പിക്കുന്ന ഒരു വൺ വേർഡ് ആണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, so a sudden dramatic and important discovery or development. ഓക്കെ, ആ ബ്രേക്ക് ത്രൂ വെച്ച് ഞാൻ നിങ്ങൾക്ക് ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന വേർഡിനെ കുറച്ചുകൂടെ ഫെമിലിയറൈസ് ചെയ്യിക്കാനായിട്ട് ഐ ഫ്രെയിംഡ് എ സെന്റൻസ്. നോക്കുക, ദ ട്രീറ്റ്മെന്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ബ്രേക്ക് ത്രൂ തെറാപ്പി വിച്ച് വാസ് ക്ലോസ് ടു ബി ക്യൂറേറ്റീവ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് സഡൻ ആയിട്ട് ഒരു പേഷ്യന്റിന് ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊടുത്തു ആൻഡ് അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. എന്തിന്? വിച്ച് വാസ് ക്ലോസ് ടു ബി ക്യൂറേറ്റീവ്. അപ്പോൾ ബ്രേക്ക് ത്രൂവിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? സഡൻ ഡ്രമാറ്റിക് ആൻഡ് ഇമ്പോർട്ടന്റ് ഡിസ്കവറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ യൂസ് ചെയ്തതല്ലാതെ ഒരു പെട്ടെന്ന് ഒരു ന്യൂ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു മെഡിസിൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ
ആ പേഷ്യന്റ് ഒരു ക്യൂറേറ്റീവ് രീതിയിലിട്ട് ഒന്ന് പോയി, ഒരു ക്യൂർ ആവുന്ന രീതിയിലിട്ടങ്ങ് പോയി. സോ ദ ഫസ്റ്റ് വേർഡ് ഈസ് ബ്രേക്ക് ത്രൂ. അപ്പോൾ വാട്ട് ഐ നീഡ് ടു ഡു ഇസ് ദാറ്റ്, സോ ഓൾ ദോസ് ഹു ആർ വാച്ചിങ് ദിസ് സെഷൻസ്, പ്ലീസ് നോട്ട് ദിസ് opinionated words along with the meaning. Okay, so the first word I have introduced to us, breakthrough. Okay, so ഞാൻ further വേർഡ്സ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒപ്പീനിയേറ്റഡ് വേർഡ്സ് എങ്ങനെയാണ് നമുക്കത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മുടെ പാരഗ്രാഫില് ഓതർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, പക്ഷെ ഓപ്ഷനിൽ ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വെച്ച് അദ്ദേഹം ഓപ്ഷൻ ഫ്രെയിം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട്, a sudden and dramatic and important discovery of development. Okay, so the medicine was a breakthrough, അല്ലെങ്കിൽ the discovery of the medicine was a breakthrough in the field of medical science എന്നായിരിക്കും നമ്മുടെ പാരഗ്രാഫിൽ തരിക. പക്ഷെ they will frame the question like, what is the opinion expressed by the author in the first paragraph? അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ് ഏതായിരിക്കും? ബ്രേക്ക് ത്രൂ ആണ്. പക്ഷെ ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വെച്ചിട്ട് they will frame a question. So what is the opinion expressed by the author in the first paragraph അല്ലെങ്കിൽ second paragraph എന്ന് ചോദിക്കുമ്പോൾ what they'll do is that ഒരു എ ബി ഒ സി ഒ ഡി ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ the discovery അല്ലെങ്കിൽ the medicine was a dramatic importance, or it will become that the discovery of that medicine become a dramatic or important discovery in the field of medical science. അപ്പോൾ ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഉപയോഗിച്ച് they will frame the sentences. So ഇങ്ങനെയാണ് നമുക്ക് opinionated questions കണ്ടുപിടിക്കും. Okay, so when we move to the next word, ഒന്നാമത്തെ വേർഡ് ബ്രേക്ക് ത്രൂ ആണ്. സോ രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് pioneering. So the second word that I am going to introduce to you as an opinionated word is pioneering. എന്താണ് pioneering എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? ഇൻവോൾവിംഗ് ന്യൂ ഐഡിയാസ് ഓർ മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന, നമ്മൾ യൂസ്ഡ് അപ്പ് ആയിരിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ നിന്നും ഏതെങ്കിലും ഒരു ന്യൂ, ഒരു പുത്തനായിട്ടുള്ള ഒരു ഐഡിയയോ മെത്തേഡോ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പൈനിയറിംഗ് എന്ന് പറയും. സോ പൈനിയറിംഗിന് നമുക്ക് വേറൊരു വേർഡ് ഉപയോഗിക്കാലോ. എന്തായിരിക്കും അത്? ഇന്നോവേറ്റീവ്. സോ പൈനിയറിംഗ് എന്ന് പറയുന്ന വേർഡിന് നമുക്ക് ഇന്നോവേറ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡും നമുക്ക് ഉപയോഗിക്കാം. So the second word that I am going to introduce is that pioneering, involving new ideas or methods. So let's see how that word can be fit into a sentence. Okay. The hospital has won awards for its pioneering work with the public. അപ്പോൾ ഹോസ്പിറ്റൽസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ ഐഡിയാസ് അത് പബ്ലിക്കിന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവ പുതിയ മെത്തേഡ്സ് ഉപയോഗിച്ചത് കൊണ്ട് ഹോസ്പിറ്റൽസിന് കുറെ അവാർഡ്സ് കിട്ടി, കുറെ റിവാർഡ്സ് കിട്ടി. ദാറ്റ് ഇസ് ദ തിങ് ബൈ വിച്ച്, ഓർ ദാറ്റ് ഇസ് ദ സെന്റൻസ് ദാറ്റ് വി ഹാവ് മെയ്ഡ്. അപ്പോൾ ഷോൺ, ഗുഡ് മോർണിംഗ് ഷോൺ. യെസ്. അപ്പോൾ നെക്സ്റ്റ് വേർഡ് ഇസ് പൈനിയറിംഗ്. അപ്പോൾ വേർഡ് മീനിങ് ഓർത്തിരിക്കുക. പൈനിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവിംഗ് ന്യൂ ഐഡിയാസ് ഓർ മെത്തേഡ്സ്. ഓക്കെ, so these are the first two words that I need to introduce to you when it comes to the opinionated word. The first word is breakthrough and the second word is pioneering. Okay, so let's look into the next slide. Just remember, നിങ്ങൾ ഈ വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേർഡും ആ വേർഡിന്റെ സെന്റൻസസും അല്ലെങ്കിൽ അതിന്റെ മീനിങ്സും നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. Okay, so as you can see in the next slide, the third word that I am going to introduce to you is cutting edge. കുറെ പേർക്കൊക്കെ ചിലപ്പോൾ ഈ വേർഡ് പുതിയതായിട്ട് തോന്നാം, കട്ടിംഗ് എഡ്ജ്. സോ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേർഡ്. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് ഇസ് ദ മീനിങ്. കട്ടിംഗ് എഡ്ജ് മീൻസ് ഹൈലി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ്. ഹൈലി അഡ്വാൻസ്ഡ്, ഇന്നോവേറ്റീവ്. പൈനിയറിംഗ് എന്ന് പറയുന്ന വേർഡിൽ നമ്മൾ ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ്, ഒരു മീനിങ് പറഞ്ഞു. പക്ഷെ ഹൈലി അഡ്വാൻസ്ഡ്, നമ്മൾ ഭയങ്കര ഡെവലപ്മെന്റൽ ആയിട്ടുള്ള, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതി, ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു യൂസേജ് അല്ലെങ്കിൽ ഒരു സംഭവം, അതിനെയാണ് നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുക. Okay, so highly advanced or innovative. Okay, let's see what is the sentence that we can frame. The doctors are planning on a surgery with cutting edge technology never seen in the United States of America before. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇതുവരെ കാണാത്ത ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ആ സർജറി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ USA ഇല്ലാത്ത വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെയധികം ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നു. അപ്പോൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങളുടെ പാരഗ്രാഫിൽ തന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ അങ്ങനെ ഫ്രെയിം ചെയ്യും. USA is now using a highly advanced or a highly innovative method to do the surgery.
അപ്പോൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഹൈലി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് എന്നുള്ളത് ദേ ഹാവ് ബീൻ ഫ്രെയിംഡ് ഇൻ ടു ദ options. So this is the relation between, or this is how we can find the answer when it comes to opinionated words. Okay, so I hope I'm making sense to you. Okay, yes, so the third word was cutting edge. So look at the next word, radical. Next word, the fourth word that I need to introduce you, radical. എന്താണ് റാഡിക്കൽ? റാഡിക്കൽ നിങ്ങൾ ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും അല്ലെങ്കിൽ റീഡിംഗ് മെറ്റീരിയൽ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കും. റാഡിക്കൽ എന്ന് പറയുന്ന വേർഡ്, ഇറ്റ് വാസ് എ റാഡിക്കൽ ഷിഫ്റ്റ്. It was radical in the field of medicine എന്നുള്ള വേർഡ്. I hope I sure that you have come across that particular thing. Okay, എന്താണ് റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റിംഗ് ടു ഓർ അഫക്റ്റിംഗ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് സംതിങ്. റിലേറ്റിംഗ് ടു അല്ലെങ്കിൽ അഫക്റ്റിംഗ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് സംതിങ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ബേസിക് കാര്യങ്ങളെ ഓൾട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പ്രാഥമിക ദ മോസ്റ്റ് ബേസിക് തിങ്ങിനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ മോസ്റ്റ് ബേസിക് തിങ്ങിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ റാഡിക്കൽ എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ഘടനയെ തന്നെ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ തന്നെ ദാറ്റ് അണ്ടർപിൻസ് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നു, അതിനെ ബാധിക്കുന്നു, അതിനെയാണ് നമ്മൾ റാഡിക്കൽ എന്ന് പറയുക. ഓക്കെ, ലുക്ക് അറ്റ് ദ സെന്റൻസ്. ദ ഡിസിഷൻ മെയ്ഡ് ബൈ ദ ചെയർമാൻ ബോട്ട് അബൌട്ട് എ റാഡിക്കൽ ചേഞ്ച് ഇൻ ദ ഹോസ്പിറ്റൽ പോളിസീസ്. എന്തായിരിക്കും അതിന്റെ ഒരു കഥ? ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയർമാനും ബാക്കിയുള്ള എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തത് ബ്രോട്ട് എ റാഡിക്കൽ ചേഞ്ച് ഇൻ ദ ഹോസ്പിറ്റൽ പോളിസീസ്. അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെ ഫോളോ ചെയ്തിരുന്ന ആ ഒരു ബേസിക് സ്ട്രക്ചറിനെ അവര് മാറ്റി, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിനെ ചേഞ്ച് വരുത്തി ഒരു സംതിങ് ന്യൂ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ആ ഹോസ്പിറ്റലിന്റെ ഫണ്ടമെന്റൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ പോളിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അതിന് ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നു. സോ ഒരു ബേസിക് കാര്യത്തിന്, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മാറ്ററിനെ അഫക്റ്റ് ചെയ്യുന്നതിനെ വി വിൽ കോൾ ഇറ്റ് ആസ് റാഡിക്കൽ. Okay, so the first word was breakthrough, the second word was pioneering, so the third word is cutting edge, and the fourth word is radical. Okay, so ഈ വേർഡ്സ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സെന്റൻസസ് നിങ്ങൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് ദീസ് വേർഡ്സ് അലോങ് വിത്ത് ദെയർ മീനിങ്സ്. Okay, so the fourth word was radical. Then I'll go for the next slide. അപ്പോൾ cutting edge കഴിഞ്ഞു, radical കഴിഞ്ഞു. So the next word 5 and 6. So the next two sets of words എന്ന് പറയുന്നത്. So look at the fifth word. Fifth word എന്ന് പറയുന്നത് astounding എന്നാണ്. ഒരു പുതിയ വേർഡ് ആയിരിക്കാം എല്ലാവർക്കും. The fifth word is astounding. എന്താണ് astounding? നമ്മൾ വേറൊരു വേർഡ് കേട്ടിട്ടുണ്ടാവും, astonished, surprised, shocked എന്നുള്ള കുറെ വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനോട് ലൈക്ക് ഒരു വേർഡാണ് നമുക്ക് അസ്റ്റൗണ്ടിങ് എന്ന് പറയാം. എന്താണ് അസ്റ്റൗണ്ടിങ്? ഞാൻ മീനിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി ഇംപ്രസീവ് ഓർ നോട്ടബിൾ. നമുക്ക് വളരെയധികം നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വളരെയധികം നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ, അല്ലെങ്കിൽ സർപ്രൈസിംഗ്ലി ഇംപ്രസീവ്, നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവത്തെ നമ്മൾ അസ്റ്റൗണ്ടിങ് എന്ന് പറയുന്ന വേർഡിനെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വേർഡിനെ വെച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. And look at how we can fit that word into a sentence. The patient is showing astounding results with the new treatment plan. എന്താണ് പറയാ? ഒരു പുതിയ ട്രീറ്റ്മെന്റ് പ്ലാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഒരു പുതിയ ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് കൊടുത്തപ്പോൾ the patient is showing astounding results, which means that the patient is showing a highly positive, അല്ലെങ്കിൽ the patient is showing a highly notable results. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് അല്ലെ? പുതിയ ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് വളരെയധികം അതിനോട് ഇത് ചെയ്യുന്നു, വളരെയധികം പേഷ്യന്റ് അതിനോട് സഹകരിക്കുന്നു, നല്ല ഒരു റിസൾട്ട്, ഡോക്ടറെ വരെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിനെ വരെ സർപ്രൈസ് ചെയ്യിക്കുന്ന ഒരു റിസൾട്ട്, അല്ലെങ്കിൽ വളരെയധികം നോട്ടബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആ പേഷ്യന്റിന് കിട്ടി എന്നാണ് ദ വേർഡ് അസ്റ്റൗണ്ടിങ് എന്ന് നോക്കാം. സോ ഹൈലി സർപ്രൈസിങ്. അപ്പൊ എന്ത് എക്സാമ്പിൾ എങ്ങനെയായിരിക്കും? അസ്റ്റൗണ്ടിങ് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ പാരഗ്രാഫിൽ തന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ സർപ്രൈസിംഗ്ലി ഇംപ്രസീവ് അല്ലെങ്കിൽ നോട്ടബിൾ. സോ ദ ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ട്രീറ്റ്മെന്റ് showed notable results for the patient. അല്ലെങ്കിൽ the doctors were highly surprised with the new treatment plan given to the patient. അല്ലെങ്കിൽ
recovery the patient showed after giving the new treatment highly impressed the doctors. So ഇങ്ങനെയായിരിക്കാം നമുക്ക് astounding എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ when we come to the paragraph, when we come to the option, they frame the options. Okay, clear ആയല്ലോ? So the fifth question is astounding. Okay, then look at the sixth word, promising. ഒരു ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്, നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രോമിസിങ്, ഷോയിങ് എ സൈൻ ഓഫ് ഫ്യൂച്ചർ സക്സസ്. ഭാവിയിൽ നമുക്കൊരു സക്സസ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒപ്റ്റമിസ്റ്റിക്, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നമ്മളെ എൻവലപ്പ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോമിസിങ് എന്ന് പറയുന്നത്. സോ പ്രോമിസിങ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഷോയിങ് സൈൻ ഓഫ് ഫ്യൂച്ചർ സക്സസ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ, ഇപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്ത് കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ അതൊരു സക്സസ്ഫുൾ സംഭവമായിരിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു ഓപ്റ്റമിസ്റ്റിക് ടോണിൽ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഒപ്പീനിയനേറ്റഡ് വേർഡാണ് പ്രോമിസിങ്. സോ ഷോയിങ് ദ സൈൻ ഓഫ് ഫ്യൂച്ചർ സക്സസ്. Okay, so how we can frame a sentence? Stem cell therapies are currently the most promising treatment for many degenerative disease. അപ്പോൾ സ്റ്റെം സെൽ തെറാപ്പി ആണ് ഇപ്പോഴത്തെ മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫോർ മെനി ഡീജനറേറ്റീവ് ഡിസീസ്. അപ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ് പ്രോമിസിംഗ് എന്ന് പറയുമ്പോൾ കറന്റ്ലി ദേ ആർ യൂസിങ് ഇറ്റ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഫോർ മെനി ഡീജനറേറ്റീവ് ഡിസീസ്. അറ്റ് ദ സെയിം ടൈം ആ സ്റ്റെം സെൽ തെറാപ്പി ഫ്യൂച്ചറിലും ഈ പല ഡീജനറേറ്റീവ് ഡിസീസിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സക്സസ് ആയിരിക്കും, ഒരു യൂസ് ആയിരിക്കും, അതൊരു ഒരു അഷ്വർ ആയിരിക്കും നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ കൂടെയാണ് ആ പ്രോമിസിംഗ് എന്ന് പറയുന്ന വേർഡ് വഴി അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോമിസിംഗ് മീൻസ് ഷോയിങ് എ സൈൻ ഓഫ് ഫ്യൂച്ചർ സക്സസ്. ഭാവിയിൽ നമുക്കൊരു സക്സസ് ഉണ്ടാകും എന്ന് പറയുന്ന വേർഡാണ് പ്രോമിസിംഗ്. സോ ദ ടു വേർഡ്സ് ദാറ്റ് ഐ ഹാവ് എക്സ്പ്രസ്ഡ് ഹിയർ ഇസ് one is astounding and other is promising. What do you mean by astounding? Astounding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ surprisingly impressive or notable. Then promising എന്ന് പറഞ്ഞു കഴിയുമ്പോൾ showing sign of ഫ്യൂച്ചർ സക്സസ്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സെന്റൻസും കൂടെ കൂടി അതിലൊരു എക്സാമ്പിൾ ആയിട്ട് ഫ്രെയിം ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സിംപ്ലി ഞാൻ അസ്റ്റൗണ്ടിങ്, സർപ്രൈസിംഗ്ലി ഇംപ്രസീവ്, നോട്ടബിൾ ആണെന്ന് പറഞ്ഞു, പിന്നെ പ്രോമിസിംഗ്, ഷോയിങ് എ സൈൻ ഓഫ് ഫ്യൂച്ചർ സക്സസ്. ചുമ്മാ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ മീനിങ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അത് ഇഫക്റ്റീവ് ആവില്ല ഫ്രം മൈ പെർസ്പെക്റ്റീവ്. അപ്പൊ അത് ഒരു സെന്റൻസിൽ നമ്മൾ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ സെന്റൻസിനെ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാത്രമേ ആ വേർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആകും. Okay, so that is the reason why I have given the word along with the meaning with the sentences. Okay. Hi Ellen, how are you? Okay, so this sixth word is promising. Okay, now look at the next slide, the next two words. നോക്കാം. So astounding കഴിഞ്ഞു, നമ്മൾ promising എന്ന് പറയുന്ന വേർഡും കഴിഞ്ഞു. Okay, so the seventh word that I'm going to introduce to you, as you can see in the slide, the word is paradigm shift. Paradigm shift എന്നാണ് അതിന്റെ ആ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ. PARADIGM, പാരഡൈം എന്നാണ് കേട്ടോ ആ വേർഡ് പ്രൊണൗൺസ് ചെയ്യുക. SHIFT, പാരഡൈം ഷിഫ്റ്റ്. എന്താണ് പാരഡൈം ഷിഫ്റ്റ്? ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ, എന്തെങ്കിലും ഒരു കാര്യം മാറ്റുക. ഐ എം ഗോയിങ് ടു ഷിഫ്റ്റ് മൈ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ്ലി ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരു അപ്പാർട്ട്മെന്റോ വില്ലയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുന്നു, ഞാൻ മാറുന്നു. ഇതിനെയാണ് ഷിഫ്റ്റ് എന്ന് പറയാം. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? a fundamental change in approach or underlying assumptions, which means that നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമുക്ക് റാഡിക്കൽ എന്ന് പറയുന്നതിനോട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ഞാൻ ചാർജ് നാട്ടോ ഇരിക്കുന്നത്, ഇറ്റ്സ് ഫണ്ടമെന്റൽ ചേഞ്ച് നാട്ടോ, സോറി ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ബേസിക് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ബേസിക് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരിക, അതിനെയാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സംതിങ് ദാറ്റ് വി ഹാവ് ബീൻ യൂസിങ് ഫോർ ദ ലാസ്റ്റ് 10 years, സംതിങ് ദാറ്റ് വിച്ച് ഹാവ് ബീൻ യൂസിങ് ഫോർ ദ ലാസ്റ്റ് 25 years, അതിന് വി ആർ മേക്കിംഗ് എ ചേഞ്ച്, അല്ലെങ്കിൽ അതിനെ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ചേഞ്ച്, അതിനെയാണ് വി ആർ നോട്ടിംഗ് ബൈ ദ വേർഡ് പാരഡൈം ഷിഫ്റ്റ്. ഓക്കെ, സോ ഇതാണ് വേർഡ് പാരഡൈം ഷിഫ്റ്റ്. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്ന വേർഡ്സ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ the word is paradigm shift. The meaning, a fundamental change in approach or underlying assumptions. Look at the sentence that I framed for that. The discovery will bring about a paradigm shift in our understanding of the highly mutating virus.
ഓക്കെ, എന്താണ് ഹൈലി മ്യൂട്ടേറ്റിംഗ് വൈറസ്? നമുക്കറിയാം ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 2020 ഒക്കെ ആയിട്ട് നമുക്ക് കോവിഡ് ഒരു ന്യൂ കൈൻഡ് ഓഫ് വൈറസ്, നമ്മൾ ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത വൈറസിന്റെ ഒരു പീക്കാണ് നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർജ് ഓഫ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് വൈറസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം COVID-19 ആ കോവിഡ് എന്ന് പറയുന്ന വൈറസ് എത്ര രീതിയിൽ അത് മ്യൂട്ടേറ്റ് ചെയ്തു, അതിന്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ്, ആൻഡ് ഹൗ ദാറ്റ് മ്യൂട്ടേറ്റഡ് വൈറസ് അഫക്റ്റഡ് അസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വി ഓൾറെഡി നോ ദാറ്റ് പർട്ടിക്കുലർ തിങ്. അപ്പോൾ സെന്റൻസിൽ പറയുന്നു, ദ ഡിസ്കവറി വിൽ ബ്രിങ് അബൌട്ട് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഹൈലി മ്യൂട്ടേറ്റിംഗ് വൈറസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ആ ഒരു ഹൈലി മ്യൂട്ടേറ്റിംഗ് വൈറസിനെ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ആ വൈറസിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്ന ആ കാര്യത്തിൽ ഒരു ഡിസ്കവറി നടന്നു. ആ ഡിസ്കവറി നടന്നപ്പോൾ ആ ഡിസ്കവറിയുടെ റിസൾട്ട്സ് ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വൈറസിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നു. Which means that discovery has made or introduced or brought something new regarding that particular thing. ആ വൈറസിന്റെ മ്യൂട്ടേഷന്റെ കാര്യമായിരിക്കാം, ആ വൈറസിന്റെ സർവൈവബിലിറ്റിയുടെ കാര്യമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഹൗ ലോങ് ഇറ്റ് കുഡ് ബി ഇൻഫെക്റ്റഡ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഡിസ്കവറി നമ്മൾ ഇതുവരെ ആ വൈറസിന്റെ കാര്യം ഇതാണ്, ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ഇസ് ദ മീനിങ് കോൾഡ് പാരഡൈം ഷിഫ്റ്റ്. So what do you mean by paradigm shift? A fundamental change in approach or underlying assumptions. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന, നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ബേസിക് ആയിട്ട് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നും ആ സഡൻ ഷിഫ്റ്റ് ഓർ ആ ചേഞ്ച്. ആ ചേഞ്ച് പോസിറ്റീവ് ആണ് കേട്ടോ, പോസിറ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ഡിസ്കവറി വിൽ ബ്രിങ് അബൌട്ട് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ അവർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. സോ ആ വേർഡ്, ആ ഒരു സെന്റൻസസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് സംതിങ് പോസിറ്റീവ്. ഓക്കെ, സോ ദ സെവൻത് വേർഡ് വാസ് പാരഡൈം ഷിഫ്റ്റ്. ഓക്കെ, ലുക്ക് അറ്റ് ദ എയ്ത്ത് വേർഡ്, ഫിനോമിനൽ. ഫിനോമിനൽ എന്നാണ് എയ്ത്ത് വേർഡ്. ഓക്കെ, സോ ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വെരി ഈസി വേർഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫിനോമിനൽ. വാട്ട് ഡു യു മീൻ ബൈ ഫിനോമിനൽ? ഫിനോമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷനലി ഗുഡ്. ഗുഡ് അല്ല, എക്സെപ്ഷനലി ഗുഡ്, വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള, വളരെയധികം നന്നായിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഫിനോമിനൽ എന്ന് വേർഡിലൂടെ, അല്ലെങ്കിൽ എന്ന ഒപ്പീനിയറ്റഡ് വേർഡിലൂടെ ഓതർ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഫിനോമിനൽ മീൻസ് എക്സെപ്ഷനലി ഗുഡ്. ലുക്ക്, ആ സെന്റൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ളത്, യു ഗോട്ട് ടു സ്പീക്ക് വിത്ത് എ ലോട്ട് ഓഫ് ഫിനോമിനൽ ഫിസിഷ്യൻസ് അറ്റ് ദ യേൽ യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മൾ എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. ഓക്കെ, സോ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസ് അതിനേക്കാളും ഹൈ ആയിട്ടുള്ള വളരെയധികം ഏബിളും വളരെയധികം നല്ല ഫിസിഷ്യൻസിനെ നമുക്ക് യേൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ സംസാരിക്കാനുണ്ട്. സോ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ നല്ലതാണ് എന്ന് നമ്മൾ പറയത്തില്ലേ, വളരെയധികം നന്നായിരുന്നു. ചിലപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ പറയില്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലടാ എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് which was phenomenal. His attempt was phenomenal. His achievement is phenomenal. His performance in the field, or his performance in the examination, his performance in the interview was phenomenal. He was exceptionally good എന്നാണ് പറയുന്നത്. സോ എല്ലാവരും ഗുഡ് ആയിരുന്നിരിക്കാൻ ചിലപ്പോൾ. ഇപ്പോൾ ഒരു 5 പേര് ചിലപ്പോൾ their performance in the interview, their performance in the track, their performance in the football ground, ഇതൊക്കെ ഗുഡാണ്, നല്ലതാണ്. പക്ഷെ അതിൽ നിന്ന് ഒരാൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു, എക്സെപ്ഷനലി ഗുഡ്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം നന്നായിരുന്നു എന്നാണ് നമ്മൾ എന്താ പറയുക, ഫിനോമിനൽ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ യൂസ് ചെയ്ത് പറയാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഫിനോമിനൽ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദ സെവൻത്ത് വേർഡ് ദാറ്റ് ഐ ഇൻട്രൊഡ്യൂസ്ഡ് ടു യു വാസ് പാരഡൈം ഷിഫ്റ്റ് ആൻഡ് ദ എയ്ത്ത് വേർഡ് ഇസ് ഫിനോമിനൽ. ഓക്കെ, യെസ്, ആൻഡ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ്. ഞാൻ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ലൈവ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 10 വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഒരു 10 വേർഡ്സോടെ ഉണ്ട്. ഐ തിങ്ക് വെദർ ഐ ക്യാൻ ഗിവ് യു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് 10 വേർഡ്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഈ 10 അല്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ തരാൻ പോകുന്ന ഒരു 20 വേർഡ്സ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് എന്നല്ല. നിങ്ങൾക്ക് മോസ്റ്റ്ലി നിങ്ങൾക്ക് കിട്ടാകുന്ന ഒരു റീഡിങ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസിൽ ഞാൻ അക്രോസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ്, പിന്നെ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഇപ്പൊ ഏതെങ്കിലും ഒരു വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സാം ചെയ്ത് കഴിയുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ ഇനി, അതുകൊണ്ടാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ 9th വേർഡ്. ദ 9th വേർഡ് ഇസ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്.
എന്താണ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ദ മീനിങ് ഇസ് ഹാവിംഗ് ഓർ യൂസിങ് ദ ലേറ്റസ്റ്റ് ടെക്നീക്സ് ഓർ എക്യുപ്മെന്റ്. ഓക്കെ, സോ നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി, നമ്മളൊരു എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ. ഓക്കെ, സോ നമുക്കറിയാം ഒരു ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ് വരുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജിയാണ്. ഇന്ന് കാണുന്നതായിരിക്കില്ല ടെക്നോളജി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മളൊരു സംഭവം മേടിച്ചു, ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് മേടിച്ചു. ആ ഡിവൈസിന്റെ മാനുവലൊക്കെ ഉപയോഗിച്ച് ബ്രോഷറൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് സെറ്റായി കഴിയുമ്പോഴായിരിക്കും നെക്സ്റ്റ് മന്തിൽ അതിന്റെ പുതിയ അപ്ഡേഷൻ വരിക. നമ്മുടെ മൊബൈലിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമ്പോൾ തന്നെയാണ്. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു, നമ്മൾ അതുമായിട്ട് ഏതാണ്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ നോക്കി എന്തൊക്കെയാണ് ആ അപ്ഡേഷന്റെ മോർ സ്പെസിഫിക്കേഷൻസ്, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് മന്ത് അവർ പുതിയ അപ്ഡേറ്റ് അനൗൺസ് ചെയ്യും. ആ പുതിയ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിന്റെ ഇന്റർഫേസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരിക്കും. ഫോണോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരിക്കും. അത് വീണ്ടും നമ്മൾ നോക്കി പഠിക്കും. അടുത്ത മാസം അവർ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് സംഭവം. സോ ഹാവിംഗ് ഓർ യൂസിങ് ദ ലേറ്റസ്റ്റ് ടെക്നിക്സ് ഓർ എക്യുപ്മെന്റ്, ഏതൊരു ഫീൽഡിലും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറന്റ് ടെക്നിക്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സോ എക്യുപ്മെന്റോ യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറയുന്ന വേർഡിലൂടെ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, എളുപ്പമല്ല നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ദ വേർഡ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? Okay, so let's see how we can frame a sentence using the word state of the art. A state-of-the-art hospital has every modern amenity and follows all the latest rules of hygiene. എന്താണ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഒരു ടൗൺ അല്ലെങ്കിൽ ആ ഒരു സിറ്റിയിൽ ഒരു 10 ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ നമ്പർ, ഒരു 10 ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിനെ അവര് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ കമ്പയറിംഗ് ടു ദ റെസ്റ്റ് ഓഫ് ദ 9 ഹോസ്പിറ്റൽസ്, ദിസ് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ ഇസ് യൂസിംഗ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഓർ ദ മോസ്റ്റ് അപ്ഡേറ്റഡ് ഓർ ദ മോസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നിക് ഓർ എക്യുപ്മെന്റ്. അപ്പൊ മറ്റു ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാത്ത ഏറ്റവും മോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അവർ യൂസ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ സിൻസ് ദേ ആർ യൂസിംഗ് ദ മോസ്റ്റ് അപ്ഡേറ്റഡ് ഓർ മോസ്റ്റ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ, ദ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഹോസ്പിറ്റൽ ഹാസ് എവറി മോഡേൺ അമ്യൂണിറ്റി ആൻഡ് ഫോളോസ് ഓൾ ദ ലേറ്റസ്റ്റ് റൂൾസ് ഓഫ് ഹൈജീൻ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും അമ്യൂണിറ്റീസ്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ടെക്നിക്സ്, അതിന്റെ എക്യുപ്മെന്റ്സിൽ മറ്റു ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡും പുത്തനും ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, പാരഫെർനാലിയാസ് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്സ്, ടെക്നോളജീസ് ഉള്ളത് ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ ആൻഡ് ദേ ഫോളോസ് ദ ലേറ്റസ്റ്റ് റൂൾസ് ഓഫ് ഹൈജീൻ. അതുകൊണ്ട് തന്നെ മറ്റു ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈജീൻ ഫോളോ ചെയ്യാനായിട്ടുള്ള മോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂൾസും ദേ ആർ ഫോളോയിങ് അല്ലെങ്കിൽ ദേ ആർ ഇൻകോർപ്പറേറ്റിംഗ്. സോ ദാറ്റ് ഇസ് ദ വേർഡ് വിച്ച് എക്സ്പ്രസസ് using the latest technique or equipment, and the word is state of the art. Okay, and look at the last word that I'm going to introduce to you in this session. The word is seminal. E-M-I-N-A-L. I will know that for the majority, seminal എന്ന് പറയുന്ന word, it could be a new word. Okay, എന്താണ് the word seminal എന്ന് പറഞ്ഞാൽ? Strongly influencing later developments. Okay, ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റ് നമ്മൾ കറന്റ്ലി നടത്തി, അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഡിസ്കവറിയെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഇൻവെൻഷനെ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതിനൊരു ബേസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനൊരു കാരണമാവുക, അതിനൊരു ചാനൽ ആവുക, അതിനൊരു കാറ്റലിസ്റ്റ് ആവുക. അതിനെയാണ് നമ്മൾ സെമിനൽ എന്ന് പറയുന്ന വേർഡിനോട് ഉദ്ദേശിക്കുക. വിച്ച് മീൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസിങ് ദ ലേറ്റർ ഡെവലപ്മെന്റ്. പിന്നീട് വരാനുള്ള ഒരു ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുക. അതിനെയാണ് വി യൂസ് ദ വേർഡ് സെമിനൽ. ഓക്കെ, സോ സെമിനൽ എന്ന് പറയുന്ന വേർഡ് മീനിങ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസിങ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസിങ് ലേറ്റർ ഡെവലപ്മെന്റ്സ്. നോക്കാം. ഹിസ്റ്റോറിക്കലി ഓർത്തോപോക്സ് വൈറസ് പ്ലേഡ് എ സെമിനൽ റോൾ ഇൻ പ്രൊഫിലാക്റ്റിക് മെഡിസിൻ. അപ്പൊ എന്ത് ചെയ്തു? ഹിസ്റ്റോറിക്കലി ഇപ്പോൾ ഓർത്തോപോക്സ് വൈറസ് എന്ന് പറയുന്ന സംഭവം പിന്നീട് ഡെവലപ്പ് ചെയ്ത പ്രൊഫിലാക്റ്റിക് മെഡിസിന് അതിന്റെ ഡിസ്കവറിയിലേക്ക് ഒരു സെമിനൽ റോൾ വഹിച്ചു. വിച്ച് മീൻസ് ദാറ്റ് അപ്പോൾ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓർത്തോപോ വൈറസ് പ്രൊഫിലാക്റ്റിക് മെഡിസിന്റെ ഡിസ്കവറി അല്ലെങ്കിൽ പ്രൊഫിലാക്റ്റിക് മെഡിസിന്റെ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫിലാക്റ്റിക് മെഡിസിന്റെ ഡിസ്കവറി അതിനെ വളരെയധികം സ്വാധീനിച്ചു, വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയാം. സോ സിംപിളി അവരെങ്ങനെ ഓപ്ഷൻ ഫ്രെയിം ചെയ്യും? The prophylaxis virus, which have been used for decades, strongly influenced the development of prophylactic medicine എന്ന് അവര് ഓപ്ഷനിൽ തരും.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു വേർഡ്സ് ആ ഒപ്പീനിയേറ്റഡ് വേർഡ്സിനെ അവർ ഇത് ചെയ്യാം, ഓപ്ഷനായിട്ട് വെക്കാം. സോ ഞാൻ വീണ്ടും പറയുന്നു, എന്താണ് ഒപ്പീനിയേറ്റഡ് വേർഡ്സ്? ഒപ്പീനിയേറ്റഡ് വേർഡ്സ് മീൻസ് ദി words through which the author or the writer expresses his opinion in a text, expresses his opinion in a paragraph. So നമുക്ക് ആദ്യം മുതൽ ഒന്നോടെ പറയാം ഏതൊക്കെയായിരുന്നു നമ്മൾ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇഫ് യു റിമെമ്പർ, ദ ഫസ്റ്റ് വേർഡ് ബ്രേക്ക് ത്രൂ എന്നുള്ള വേർഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ പറഞ്ഞ വേർഡ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് പറയുന്നു. സോ ദ ഫസ്റ്റ് വേർഡ് വാസ് ബ്രേക്ക് ത്രൂ, ദ സഡൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടാവുക, ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബ്രേക്ക് ത്രൂ എന്ന് പറയാ. സോ ദ സെക്കൻഡ് വേർഡ് വാസ് പൈനിയറിംഗ്. എന്താണ് പൈനിയറിംഗ് എന്ന് പറഞ്ഞാൽ? ഇന്നോവേറ്റീവ്, പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ പൈനിയറിംഗ് എന്ന് പറയും. ആൻഡ് വാട്ട് ഇസ് ദ തേർഡ് വേർഡ്? കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് എന്നുള്ളതായിരുന്നു നമ്മുടെ തേർഡ് വേർഡ്. വല്ല ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നു. ദ ഫോർത്ത് വേർഡ് റാഡിക്കൽ. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ നേച്ചറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തെ വി കോൾ ഇറ്റ് ആസ് റാഡിക്കൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് വാസ് അസ്റ്റൗണ്ടിങ്. എന്തായിരുന്നു? സർപ്രൈസിങ്. ഓർമ്മയില്ല പറഞ്ഞത്? നമ്മളെ വളരെയധികം സർപ്രൈസ് ചെയ്യിക്കുന്ന, നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെയധികം നോട്ടീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ അസ്റ്റൗണ്ടിങ് എന്ന് പറയുന്നു. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വേർഡ് വാസ് പ്രോമിസിങ്. വളരെയധികം പ്രോമിസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്യൂച്ചറിലെ സക്സസിലേക്ക് വഴിതെളിക്കുന്ന ഒരു കാര്യത്തെ വി കോൾ ഇറ്റ് ആസ് പ്രോമിസിങ്. ദ സെവൻത് വേർഡ് വാസ് പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അസ്യൂം ചെയ്ത കാര്യങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക, അതിനെ നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നു. ദ എയ്ത്ത് വേർഡ് വാസ് ഫിനോമിനൽ. ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ അറിയാം, എക്സെപ്ഷണലി ഗുഡ്, വളരെയധികം നല്ലത് എന്ന് പറയുന്നതിന് നമ്മൾ ഫിനോമിനൽ എന്ന് പറയുന്നു. ദ നയൻത് വേർഡ് വാസ് യു ക്യാൻ സീ ദ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്. ഏറ്റവും നൂതനമായ ടെക്നോളജീസ് അല്ലെങ്കിൽ ഏറ്റവും നൂതനമായിട്ടുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറയുന്നു. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് വാസ് സെമിനൽ. സെമിനൽ മീൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസിങ് ദ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസിങ് ലേറ്റർ ഡെവലപ്മെന്റ്സ്, അതിനെ നമ്മൾ സെമിനൽ എന്ന് പറയുന്നു. സോ ദീസ് ആർ ദ 10 words that I going to introduce to you today in the session of opinionated words. So opinionated words in the first 10 വേർഡ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒപ്പീനിയേറ്റഡ് വേർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത ഒരു, ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഒപ്പീനിയേറ്റഡ് വേർഡ്, അതെങ്ങനെ അവര് ഒപ്പീനിയേറ്റഡ് വേർഡ് പാരഗ്രാഫിൽ ഉപയോഗിച്ചു എന്നും അവരെങ്ങനെ അതിനെ ഓപ്ഷനിൽ ഫ്രെയിം ചെയ്തു എന്നും നോക്കാം. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നാട്ടോ. ഇപ്പൊ നമ്മൾ ഒപ്പീനിയേറ്റഡ് വേർഡ്സ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒപ്പീനിയേറ്റഡ് വേർഡ്സ് എങ്ങനെയാണ് അതിന്റെ മീനിങ് ആണ് പറഞ്ഞത്, അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, the question is in the 7th paragraph feedback draws the reader's attention to. So feedback എന്ന് പറയുന്ന വ്യക്തി draws the reader's attention to. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വ്യക്തി വായിക്കുന്നവരെ ഒരു സംഭവത്തിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ പറഞ്ഞ കാര്യത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഒപ്പീനിയേറ്റഡ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദി പാരഗ്രാഫ്. സി, പാരഗ്രാഫിൽ എന്താ ഫീഡ്ബാക്ക് പറഞ്ഞിരിക്കുന്നത്? സി, it's still relatively new that people do lung sparing surgery for this disease and not establish that this is what we need to do. അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് ലങ് സ്പാരിംഗ് സർജറി ആണെന്നും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് എങ്ങും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. I would say this is one of the most lethal cancers known to one. ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഹാം ചെയ്യാവുന്ന ഒരു ക്യാൻസർ ആണ് എന്ത്? ഈ ഒരു ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ലീതൽ ക്യാൻസേഴ്സ് ദാറ്റ് ഇസ് നോൺ ടു മെൻ. There is a pressing need for a new and innovative treatment. അത് വളരെയധികം മനുഷ്യരാശിക്ക് ഹാം ആയതുകൊണ്ട് തന്നെ പുതിയതായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് എന്നാണ് റൈറ്റർ പറയുന്നത്. ഓക്കെ, സോ ഇഫ് യു ഫൈൻഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒപ്പീനിയേറ്റഡ് വേർഡ്? എനി ഐഡിയ? സോ ഈ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒപ്പീനിയേറ്റഡ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് എന്നുള്ളതാണ്. എന്താണ് ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നേരത്തെ പറഞ്ഞു, പ്രോമിസിംഗ് എന്നൊരു വേർഡ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുത്തൻ, നൂതനമായിട്ടുള്ള, സംതിങ് ന്യൂ എന്നാണ് ഇന്നോവേറ്റീവിന്റെ അർത്ഥം. ഓക്കെ, സോ ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ലാതെ പുതിയൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 4th ഓപ്ഷൻ നോക്കാം.
the necessity of implementing ground breaking treatment എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുപിടിച്ചു പാരഗ്രാഫിൽ നിന്നും ഇന്നോവേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് എ വാട്ട് ഒപ്പീനിയേറ്റഡ് വേർഡ്, ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്. ആ ഇന്നോവേറ്റീവിനെ അവർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ട്രീറ്റ്മെന്റ് എന്ന് അവർ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് മീൻസ് ഇന്നോവേറ്റീവ്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് അതിൻ്റെ വേറൊരു വേർഡ് മീനിങ് ഏതിനെയാണ് നമ്മൾ ഇന്നോവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉപയോഗിക്കുന്നതിൽ നിന്നും പുത്തനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ പ്രസ്സിംഗ് നീഡ്, അതിനെ അവർ പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നു, ദ നെസസിറ്റി ഓഫ് ഇംപ്ലിമെന്റിംഗ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ലങ് സ്പാരിംഗ് സർജറി മനുഷ്യരാശിക്ക് തന്നെ വളരെയധികം ഹാം ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യകതയുണ്ട് എന്ന കാര്യത്തിലേക്കാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓതർ നമ്മുടെ റീഡറിന്റെ അറ്റൻഷനെ സീക്ക് ചെയ്യുന്നത്. സോ അതിനെ അവര് വേറൊരു രീതിയിൽ ഓപ്ഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നു, വിച്ച് മീൻസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒപ്പീനിയേറ്റഡ് വേർഡ്സിന്റെ ഒരു നമ്മുടെ OET വരും. സോ ആ 10 ഒപ്പീനിയേറ്റഡ് വേർഡ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐ ഹാവ് ഇൻട്രൊഡ്യൂസ് അനദർ വേർഡ്, ആൻഡ് വാട്ട് ഇസ് ദ വേർഡ്? ഗ്രൗണ്ട് ബ്രേക്കിംഗ്. സോ ദ 11th വേർഡ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ബൈ ദ സെഷൻ ഈസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്. ആ ഗ്രൗണ്ട് ബ്രേക്കിംഗിന്റെ മീനിങ്ങും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി, ഇന്നോവേറ്റീവ്. ഓക്കെ, സോ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതുപോലെ തന്നെയാണ് ഏത് വേർഡ് ആണോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ വേർഡിന്റെ പാരാഫ്രൈസിങ് ഉപയോഗിച്ച് ദേ വിൽ ഫ്രെയിം ആൻ ഓപ്ഷൻ ആൻഡ് ദേ വിൽ ഫ്രെയിം ദ ആൻസേഴ്സ്. സോ ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ആ വേർഡ് മീനിങ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് രീതിയിൽ തന്നെ സ്പീഡി പ്രോസസ്സിൽ തന്നെ സ്വിഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. Okay, so this is how opinionated words help us, or this is how OET play with the opinionated words when we come to part C. So I hope this session was informative to you. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, അങ്ങനെ പറയല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒപ്പീനിയേറ്റഡ് വേർഡ്സ് എന്ന് പറയുന്ന സെഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ വേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ സെഷനിലൂടെ കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ റിമെമ്പർ ഓൾ ദോസ് 11 വേർഡ്സ് ഇൻക്ലൂഡിംഗ് ദിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആൻഡ് ഇന്നോവേറ്റീവ് വേർഡ്സ് ഓർത്തിരിക്കുക. ആൻഡ് ഇഫ് എനി ഓഫ് ദീസ് വേർഡ്സ് ആർ ദെയർ ഇൻ യുവർ എക്സ്ട്രാക്ട്, അതിന്റെ വേർഡ് മീനിങ്സ് ഓർത്തിരിക്കുക, സിനോണിംസ് ഓർത്തിരിക്കുക, ആൻഡ് ഫൈൻഡ് ദാറ്റ് സിമിലർ വേർഡ് when you come to the options. Okay, so this is how we are going for it. So I hope this session was really informative to you. അപ്പോൾ ഒരു കുറച്ച് വേർഡ്സും കൂടെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. We'll be coming with the next 10 or some of the words that I can give. Okay, so I hope the session was informative to you. So thank you for the cooperation. So currently ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. So the session was really useful. Thank you Binsi, thank you for your valuable comments. Okay, so Binsi words ഒക്കെ ഓർത്തിരിക്കുക, നോക്കിയെടുക്കുക കേട്ടോ. Okay, so കറക്റ്റ് ആയിട്ട് വേർഡ്സും കാര്യങ്ങളൊക്കെ എടുത്തു പോവുക. So I'm winding up the session. So thank you everyone. So thank you for joining. Thank you for your cooperation. Thank you for your valuable comments. Thank you for your patient listening. So I'm winding up. So this is Hari from IILT signing off. Thank you and have a nice day.